നമുക്കിപ്പോഴും മനസ്സിലാകാത്ത രണ്ട് ചോദ്യങ്ങളാണ്. അൻവറിന്റെ ഉദ്ദേശം എന്താ? അൻവറിന് ഒരു രാഷ്ട്രീയമൊന്നുമില്ല, അത് നമുക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞതാണ്. അയാൾക്ക് അയാളുടെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത വേണമല്ലോ. അങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ UDF-നെതിരായിട്ട് ഈ മത്സരിക്കാൻ രംഗത്തിറങ്ങിയതുകൊണ്ട് എന്താണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്? UDF-ന്റെ വോട്ട് പിളർത്തി അതുവഴി LDF-ന് വിജയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ അവർ പൊറുക്കും എന്ന് അൻവർ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം ഈ ഏറിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഇപ്പൊ നാട്ടിൽ പാട്ടാ. അതവിടെ നിൽക്കട്ടെ. ഈ ലോക്കൽ ഏറിയായി ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് പിണറായിയും മറ്റുമാണല്ലോ. AKG സെന്ററിൽ ഇരുന്നാണല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അദ്ദേഹം LDF വിടുന്നതിന് മുമ്പായിട്ട് അതിനുശേഷം പിണറായി വിജയനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചും എന്തൊക്കെയാണ് പറഞ്ഞത് അൻവർ? അതൊക്കെ പിണറായി അങ്ങ് വിഴുങ്ങുമെന്നാണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്? പാർട്ടിയെ വിമർശിച്ചാലും പാർട്ടിയെ കുറിച്ച് കുറ്റം പറഞ്ഞാലും ചിലപ്പോൾ പിണറായി ക്ഷമിക്കും, പാർട്ടിക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യം വന്നാൽ. ഇപ്പോഴും വോട്ട് മറിച്ചു കൊടുത്താൽ അവർ സ്വീകരിക്കും, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പിണറായിയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻവർ അദ്ദേഹം പൊറുക്കാൻ പോകുന്നില്ല. അദ്ദേഹം എന്താണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പ്രസംഗിച്ചത്? സുഹൃത്തിനെ പിന്നിൽ നിന്ന് ചതിച്ച ചതിയനായിട്ടാണ് നിങ്ങളെ പേരെടുത്ത് പറയാതെ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്, മറക്കണ്ട. അതുപോലെ വേറൊരു സംശയം മനസ്സിലുണ്ടാവുന്നത്, ഇതൊക്കെ അൻവർ മാത്രമായിട്ട് ചെയ്യുന്നതാണോ? ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും എല്ലാം അൻവർ മാത്രമാണോ? അതോ വേറെ ആരെങ്കിലും, സതീശനോട് ശത്രുതയുള്ളവര്, ഇതുവഴി സതീശിനെ ഒന്ന് ഒതുക്കി കെട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവര്, അവരാരെങ്കിലും ഈ അൻവറിന്റെ പിന്നിലുണ്ടോ? രാഷ്ട്രീയ കേരളം ചിന്തിക്കുന്ന ചില കാര്യങ്ങളാ, അവരുടെ മനസ്സിലുണ്ടാകുന്ന ചില ആലോചനകളാ. ഇതൊക്കെ താമസിയാതെ പുറത്തു വരും, സംശയമൊന്നുമില്ല. അൻവർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് ഇനിയും തീരുമാനിക്കാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറ്റാൻ, തീരുമാനം മാറ്റാൻ മിനിറ്റുകൾ മതി. അങ്ങനെ പറയാൻ കാരണം കൊടുത്ത നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പുറത്തിട്ട ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ അൻവർ സൃഷ്ടിച്ച ഈ അശ്ലീല നാടകം അദ്ദേഹം എഴുതി സംവിധാനം ചെയ്തതാണ്. അത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു തുറന്ന പുസ്തകം പോലെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതിലെ ആദ്യ രംഗങ്ങളൊക്കെ അങ്ങോട്ട് വിടുക, അവസാന രംഗങ്ങൾ അതൊന്ന് ഓർത്തു നോക്കാം, ഒന്ന് റീവൈൻഡ് ചെയ്ത്. എന്താണ് അവിടെ സംഭവിച്ചത്? നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അത് ആത്യന്തികമായിട്ട് തീരുമാനിച്ചത് കോൺഗ്രസ്സാണ്. അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. പക്ഷെ അതിനെതിരെ, ആ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി ആക്ഷേപങ്ങളുമായിട്ട് വരുന്ന, പൊതുജന മധ്യത്തിൽ അത് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹം UDF-ലെ അംഗമല്ല, UDF-ന് പുറത്തു നിൽക്കുന്ന ഒരാളാണ് അത്തരത്തിലുള്ള ഒരു നേതാവ്. അതോടൊപ്പം തന്നെ UDF-ന്റെ ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന VD സതീശനെതിരെ അതിന്റെ പേരിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു ആ നേതാവ്. UDF എന്താ നിലപാടെടുത്തത്? VD സതീശൻ എടുത്ത നിലപാടല്ല, ഓൺലൈനായിട്ട് ചേർന്ന UDF-ന്റെ നേതൃയോഗം എടുത്ത തീരുമാനമാണ്. അതെന്തായിരുന്നു? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. PV അൻവർ, ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കാത്ത PV അൻവർ അദ്ദേഹത്തെ അംഗീകരിക്കണം, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കണം. ഈ ഒരൊറ്റ ഡിമാൻഡാ വെച്ചത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ UDF-ൽ ഒരു അസോസിയേറ്റ് അംഗമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയെ സ്വീകരിക്കാം. VD സതീശനെതിരായിട്ടുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ അതിനെ താൻ കാര്യമായി എടുക്കുന്നില്ലെന്നാണ് സതീശൻ തന്നെ പറഞ്ഞത്. അതൊരു തർക്ക വിഷയവുമല്ല. പക്ഷേ PV അൻവർ UDF-ന്റെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പരസ്യമായിട്ട് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുകയും വേണം. ആ ഒരൊറ്റ കണ്ടീഷനാണ് വെച്ചത്. അതിന് വഴങ്ങാതെയാണ് മത്സരിക്കുന്നതിന് PV അൻവർ ഒരു തീരുമാനമെടുത്തത്. ഇക്കാര്യം, അല്ലെങ്കിൽ ഈ തീരുമാനം പരസ്യമാക്കാൻ VD സതീശനോട് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് UDF-ന്റെ നേതൃത്വമാണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് മറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുക? എങ്ങനെയാണ് അൻവറിന്റെ പിടിവാശിക്കും സമ്മർദ്ദ തന്ത്രത്തിനും വഴങ്ങാൻ അദ്ദേഹത്തിന് മാത്രമായിട്ട് സാധിക്കുക? എന്താണ് PV അൻവർ അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞത്? ആര്യാടൻ ഷൗക്കത്തിനെ MLA ആക്കാനല്ല ഞാൻ രാജിവെച്ചത് എന്നാണ് അൻവർ പറഞ്ഞത്. അതിൽ നിന്നെല്ലാം വ്യക്തമല്ലേ, ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ UDF-നെതിരായിട്ട് നിൽക്കും എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? അത് തന്നെയല്ലേ അദ്ദേഹം അൻവർ നേരത്തെ പ്രഖ്യാപിച്ചത്? അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നില്ലേ? ഇക്കാര്യത്തിൽ ലീഗിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അനുനയ ശ്രമങ്ങൾ നടത്തിയതല്ലേ, അൻവറുമായിട്ട് സംസാരിച്ചതല്ലേ? എന്താണ്
അൻവർ അനുനയത്തിന് തയ്യാറാകാതിരുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ പിടിവാശിയാണോ, സമ്മർദ്ദതന്ത്രമാണോ, ബ്ലാക്ക് മെയിലിംഗ് ശൈലിയാണോ? എന്തുകൊണ്ടാണ് അനുനയം അല്ലെങ്കിൽ സമവായം ഉണ്ടാകാതെ പോയത്? ഈ ലീഗ് നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞ യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തിരുന്നല്ലോ. അദ്ദേഹം എന്താണ് അവിടെ പറഞ്ഞത്? അദ്ദേഹവും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? സതീശിന്റെ പിടിവാശിയാണ് അൻവർ സ്വതന്ത്രനായി മത്സരിക്കാൻ കാരണമായതെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിശ്വസിക്കുന്നുണ്ടോ? അത് പറയണം. ഇനി അതോ UDF വേണ്ടി UDF തീരുമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു ഉറച്ച തീരുമാനം എടുത്തതാണ്. എന്താണ് അനുനയത്തിന് തടസ്സമായത്? LDF വിടാനും MLA സ്ഥാനം രാജിവെക്കാനും ഒക്കെ തീരുമാനിച്ചപ്പോ അൻവർ ലീഗ് നേതൃത്വത്തെ കണ്ടിരുന്നു, അവരുടെ പിന്തുണ തേടിയിരുന്നു, അവരെ സഹായിക്കാമെന്ന് പറഞ്ഞതുമാണ്. ഇതെല്ലാം സത്യമാണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അൻവറിനെ അനുനയിപ്പിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായില്ല? പിടിവാശി ഉപേക്ഷിക്കണമെന്ന് എന്തുകൊണ്ട് അൻവറിനോട് പറഞ്ഞില്ല? അദ്ദേഹത്തെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നില്ലേ ലീഗിന്റെ നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത്? അങ്ങനെ ചെയ്തോ? ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്തോ? ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അൻവർ അനുസരിച്ചില്ല? ലീഗ് നേതൃത്വം പറഞ്ഞിട്ടും എന്തുകൊണ്ട് പിടിവാശി ഉപേക്ഷിച്ച് UDF നിൽക്കാൻ, ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കാൻ അൻവർ തയ്യാറായില്ല? എവിടെയാണ് VD സതീശന്റെ പിടിവാശി? എവിടെയാണ് കോൺഗ്രസ് നേതൃത്വം അന്തരീക്ഷം വഷളാക്കിയത്? ലീഗ് നേതാക്കളുടെ ഈ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചത്, അതായത് സതീശിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ, വിമർശനം ഉയർത്തിയത് MK മുനീറും KM ഷാജിയുമാണെന്നാണ് പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി. മറ്റു പല പരിഗണനകൾക്കും അതീതമായിട്ട് രാഷ്ട്രീയാടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന രണ്ട് നേതാക്കളാണ്. അവരെന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ളത് അത്ഭുതകരമാണ്. അവർ പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു ചർച്ച, ലീഗ് ഇടപെടുകയാണെങ്കിൽ UDF പ്രശ്നങ്ങൾ, പലപ്പോഴും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട്, അപ്പൊ ലീഗ് ഇടപെടാറുമുണ്ട്. അപ്പൊ ലീഗ് ഇടപെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു എന്നുള്ള ഒരു ചിന്ത പൊതുവെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ ലീഗിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ ലീഗ് നേതാക്കളുടെ സമ്മേളനത്തിൽ ഉണ്ടായ ചിന്ത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ലീഗിന്റെ ഇമേജിനെ പറ്റി അല്ലെങ്കിൽ പ്രതിച്ഛായയെ പറ്റിയാണ് പറയുന്നത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന് കോട്ടം തട്ടാതിരിക്കാൻ VD സതീശൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? UDF തീരുമാനം പറഞ്ഞോളൂ, ഞാനത് ആവർത്തിക്കുന്നില്ല. UDF തീരുമാനം എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അത് ഉയർത്തിപ്പിടിക്കാതെ അൻവറിന് വഴങ്ങണമായിരുന്നു. അയാളുടെ സമ്മർദ്ദത്തിന്, പിടിവാശിക്ക്, ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങണമായിരുന്നു. അപ്പോഴ് ലീഗിന്റെ പ്രതിച്ഛായ ഉയരുമായിരുന്നു. അതായത് UDF അൻവറിന് വഴങ്ങിയാൽ ആ ഇമേജ് വർദ്ധിക്കുമായിരുന്നു. അതോ അൻവറിന് വഴങ്ങിക്കഴിഞ്ഞാൽ ലീഗ് അടക്കമുള്ള UDF തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമായിരുന്നില്ലേ? സതീശന്റെ പിടിവാശിയെ പറ്റിയാണല്ലോ ഈ യോഗത്തിൽ ചർച്ച ഉണ്ടായത്. ഈ വാശിയെക്കുറിച്ചൊക്കെ അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോ? 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി ലീഗ് കാട്ടിയ പിടിവാശി, സമ്മർദ്ദതന്ത്രങ്ങള്, അതൊന്നും അത്ര പഴയ കഥയൊന്നുമല്ല. സമീപകാലത്ത് നടന്നതാ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴുണ്ടായതാ. അതുണ്ടാക്കിയ ഇമ്പാക്ട്, അതുണ്ടാക്കിയ സോഷ്യൽ ഡിവൈഡ്, അത് ഉപയോഗിച്ച് BJP ഉണ്ടാക്കിയ നേട്ടങ്ങൾ, അതൊന്നും മറക്കാൻ സമയമായിട്ടില്ല. അപ്പോൾ സതീശന്റെ പിടിവാശിയെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിടിവാശിയില് ആരും ഒന്നും പിന്നിലല്ല. അൻവർ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഇരിക്കുന്ന കമ്പ് മുറിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും മറക്കാതിരുന്നാൽ നന്ന്.